എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. സൗഖ്യ 2020 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആനുകാലിക പ്രസക്തിയുള്ള വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ ബോധവൽക്കരണ പരിപാടിയിൽ എന്നോടൊപ്പം ഡോക്ടർ പി സന്തോഷ് കുമാർ, അദ്ദേഹം കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും CMO ആയി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഇതുകൂടാതെ അദ്ദേഹം ന്യൂട്രീഷണൽ മെഡിസിനിൽ ഫെലോഷിപ്പുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ സന്തോഷ്. എന്നെ പരിചയപ്പെടുത്തി. ഇന്ന് ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് COVID-19 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹോമിയോപ്പതിക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ്. എന്നാൽ അതിനകത്ത് വളരെയേറെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി എന്താണെന്നുള്ളത് ജനത്തിനറിയില്ല, മറ്റ് ശാസ്ത്രശാഖയിലുള്ളവർക്കും അറിയില്ല. അതറിയിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഹോമിയോപ്പതി അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികളുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷെ അതൊന്നും ഇവിടെ നിർവഹിച്ച് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയേറെ ആകുലത ആൾക്കാർക്കുണ്ടാകുന്നത്. ഹോമിയോപ്പതി എന്ന ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് 200-ൽ പരം വർഷങ്ങളായി. ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹെൻമാൻ, അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അലോപ്പതി വിഭാഗത്തിൽ MD ബിരുദം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്ന് ഇത്രത്തോളം സയൻസുകൾ പുരോഗമിച്ചിട്ടില്ലായിരുന്ന സമയത്ത് പോലും അന്നത്തെ ചികിത്സയോട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രൊഫഷൻ ഒഴിവാക്കി അദ്ദേഹം നേരെ ട്രാൻസ്ലേഷനിലേക്ക് തിരിഞ്ഞത്. അതിനുശേഷം നിരവധി പഠനങ്ങളും കാര്യങ്ങളും അദ്ദേഹം പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ധാരാളം നാച്ചുറൽ പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത്. ആ ശാസ്ത്രത്തിൽ പരിപൂർണമായിട്ടും അതിൻ്റെതായ വ്യക്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ അധിഷ്ഠിതമായിട്ട് ഉൾക്കൊണ്ട് നടത്തുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി. അപ്പോൾ ആ ഹോമിയോപ്പതിക്ക് ഇന്നല്ല, ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും അതിൻ്റെ പ്രിൻസിപ്പിൾസിലോ അതിൻ്റെ മോഡസ് ഓപ്പറൻഡിയിലോ യാതൊരു മാറ്റങ്ങളും വരുത്തേണ്ട ആവശ്യമില്ല. അതായത് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് ഹോമിയോപ്പതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കൊറോണയ്ക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടല്ല, അല്ലെങ്കിൽ അതിന് റിസർച്ച് നടത്തിയിട്ടല്ല ഈ മരുന്ന് സെലക്ട് ചെയ്ത് ആഴ്സനിക് ആൽബം 30 എന്ന് പറയുന്ന മെഡിസിൻ സെലക്ട് ചെയ്തതെന്ന് പറയുന്നതിനകത്ത് യാതൊരു കഴമ്പുമില്ല. അതായത് ആഴ്സനിക് ആൽബം എന്നുള്ള മെഡിസിനെ വളരെ നിരീക്ഷണങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഹനുമാൻ തന്നെ പല കാലഘട്ടത്തിൽ പല കാലാവസ്ഥാ വ്യതിയാനത്തിൽ നൂറുകണക്കിന് ആൾക്കാരിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള മെഡിസിൻസാണ് ഹോമിയോപ്പതിയിൽ അദ്ദേഹം വിഭാവനം ചെയ്തത്. അതായത് സാധാരണഗതിയിൽ ഒരു മരുന്നിൻ്റെ പ്രൂവിങ് നടക്കുന്നത് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ച് നടക്കുന്നത് എലിയോ അല്ലെ പൂച്ചയിലോ ഇതുപോലുള്ള അല്ലെ കുരങ്ങുകളിലൊക്കെയാണ്. ഇവിടെ അതല്ല. ഹോമിയോപ്പതിയെ ബേസ് ചെയ്തിരിക്കുന്ന എല്ലാം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ മെൻ്റൽ സിംറ്റത്തിൻ്റെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മെൻ്റൽ സിംറ്റംസ് തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യരിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അയാളുടേതായ ഇമോഷൻസ്, സെൻസേഷൻസ്, ഫീലിങ്സ്, ക്രേവിങ്സ്, അവേർഷൻ, സ്ലീപ്പ് സിംറ്റംസ്, ഡ്രീംസ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ പ്രസക്തി ഹോമിയോപ്പതിയിലുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യരിൽ തന്നെ ഇത് പ്രൂവ് ചെയ്തെങ്കിലേ സാധിക്കുള്ളൂ. അങ്ങനെ വ്യക്തമായിട്ട് പ്രൂവ് ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ് ഇന്ന് ലോകം മുഴുവനും ഹോമിയോപ്പതിക്കാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വീണ്ടും വീണ്ടും ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും ഒരു മരുന്ന് പ്രൂവ് ചെയ്ത് അതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ്സേ
ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്തൊരു പ്രൂവിങ്ങിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഡബിൾ കൺട്രോൾ സിസ്റ്റം എന്നോ അങ്ങനെയൊക്കെ പറയുന്ന പല രീതിയിലുള്ള, അതായത് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന വാക്താക്കൾ ഉദ്ദേശിക്കുന്നതായ രീതിയിലുള്ള ഒരു ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൂവിങ്ങിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു കവുങ്ങിൽ കയറുന്ന വ്യക്തിയും ഒരു തെങ്ങിൽ കയറുന്ന വ്യക്തിയും അയാൾ ഉപയോഗിക്കുന്ന മെത്തേഡ് രണ്ടും രണ്ടാണ്. ആ രണ്ട് മെത്തേഡും എല്ലാം അയാൾ വേറൊരു പ്ലാവിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോന്നിനും ഓരോ മോഡസ് ഓപ്പറandi ഉണ്ട്. ഹോമിയോപ്പതിയുടെ മെഡിസിൻസ് പ്രൂവ് ചെയ്തിരിക്കുന്ന മെത്തേഡിലല്ല ആയുർവേദത്തിൻ്റെ പ്രൂവ് ചെയ്തിരിക്കുന്നത്, അതുപോലെയല്ല യുനാനിയുടെ സിദ്ധയുടെയൊക്കെ. അപ്പോൾ ഓരോ സയൻസിനും അതിൻ്റെതായ മോഡസ് ഓപ്പറണ്ടിയും കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആൾക്കാർക്ക് എന്ത് ദോഷങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ദോഷം ഇന്നേവരെ ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിച്ചിട്ട് ആർക്കും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് COVID-19 അല്ല, ഇനി വരാനിരിക്കുന്ന കോവിഡുകൾക്ക് പോലും ഹോമിയോപ്പതി ചികിത്സിക്കാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അല്ലാതെ വേറെ ഒരു ഈഗോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അല്ല ഈ പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കോവിഡിന് ആഴ്സനിക് ആൽബൺ 30 എന്ന് പറയുന്ന മെഡിസിൻസ് വളരെ എഫക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് മറ്റ് യാതൊരുവിധ ചിന്തകൾക്കും ഇട നൽകുന്നില്ല. ഓക്കെ. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം എന്താണ്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ അതിൻ്റെ ഏകദേശ രൂപമുണ്ട്. അതായത് നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയത്. അതായത് പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായതൊരു ചികിത്സയാണ്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് ഹോമിയോപ്പതി ആവില്ല. ഹോമിയോപ്പതിയുടെ തത്വസംഹിതകൾക്ക് അനുസരണമായിട്ട് മരുന്ന് കഴിച്ചെങ്കിലേ കാര്യമുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ള അതിൻ്റെ കാർഡിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിമിലിയ സിബിലിവസ് കുറാൻഡർ എന്നാണ്. അതായത് സമയം സമയേന ശാന്തി. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് കുറേ ലക്ഷണങ്ങളുണ്ടാകും. ആ ലക്ഷണ സമൂഹങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കി അയാളുടെ വ്യക്തിഗതമായിട്ടുള്ള സിംറ്റംസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അയാൾക്ക് ദാഹമുണ്ടോ, ഇല്ലെങ്കിൽ അയാൾക്ക് ശരീരത്തിന് ഉഷ്ണമാണോ തണുപ്പാണോ, ഇല്ലെങ്കിൽ അയാളുടെ ക്രേവിങ്സ് ഉപ്പിനോടാണ് താല്പര്യം, അല്ലെങ്കിൽ മധുരത്തിനോടാണോ, ഇതുപോലുള്ള പ്രത്യേകതകളും കൂടെ കോർത്തിണക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സിമിലർ ആയിട്ട് വരുന്ന ഒരു മെഡിസിൻ കണ്ടുവരുന്നത്. അതായത് സിമിലർ ആയിട്ടുള്ള ഏറ്റവും, അതായത് കീ ഇന്നെ കീ ഹോൾ എന്ന് പറയുന്ന പോലെ തന്നെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുകയാണ് ഈ ഡോക്ടറുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അതായത് ഒരു രോഗിയെ അപഗ്രഥിക്കുന്ന രീതിയിൽ മാറ്റം സംഭവിച്ചാൽ, ഇല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചാൽ, ഇല്ലെങ്കിൽ രോഗി പറഞ്ഞു തരുന്ന അവരുടെ രോഗലക്ഷണങ്ങളുടെ കുറിച്ച് അവർ പ്രതിപാദിക്കുന്ന, ഇല്ലെങ്കിൽ അവരുടെ നേച്ചർ, അവരുടെ സ്വഭാവ രീതികളെ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഡോക്ടർക്ക് നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് മെഡിസിൻ സെലക്ഷൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനുള്ള ഏതാണ്ട് 256 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് അടിസ്ഥാനം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ മാത്രമേ അത് ഹോമിയോപ്പതി ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നേച്ചറിനെ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 12 രീതിയിലുള്ള ചേഞ്ചസ് സംഭവിക്കുന്നതാണ്. ആ 12 രീതിയിലുള്ള ചേഞ്ചസിന് വേണ്ടി വരുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ കോഴ്സ്, കോംപ്ലിക്കേഷൻസ്, മാനേജ്മെൻറ്റ്, ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ആ മെഡിസിൻ്റെ റെസ്പോൺസ് അനുസൃതമായിട്ടാണ് അതിൻ്റെ സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ അപഗ്രഹിച്ചിട്ടായിരിക്കും ഒരു പേഷ്യൻ്റ് ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നേർപ്പിക്കും തോറും ഗുണം വർദ്ധിക്കും എന്ന് പറയുന്നതിൽ ശാസ്ത്രീയത എന്താണ്? ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. അതായത് നിരവധി ഓർഗനൈസേഷൻസും ഡോക്ടർമാരും അസോസിയേഷനും ഒക്കെ തന്നെ പറയുകയും ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു കുപ്രസിദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നേർപ്പിക്കും തോറും ഇതിൻ്റെ പവർ കൂടുകയെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആക്ച്വലി അത് നേർപ്പിക്കുക എന്ന് പറയുന്നത് മലയാളം വാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നേർപ്പിക്കലല്ല,
അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ആറ്റോമിക് പ്രിൻസിപ്പിളാണ് ഫ്രിക്ഷൻ റിലീസ് എനർജി എന്നുള്ളതാണ്. അതായത് 2 മെത്തേഡിലാണ് പ്രധാനമായിട്ടും ഹോമിയോപ്പതി മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിലൊന്ന് സക്കഷനാണ്, മറ്റൊന്ന് ടൈട്രേഷനാണ്. ഇത് രണ്ടിലും നടക്കുന്നതെന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന്റെ ഫ്രിക്ഷനാണ്. സക്കഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മെത്തേഡിൽ അത് കുലുക്കുമ്പോഴത്തേക്ക് ആ ഫ്രിക്ഷൻ കൊണ്ടിട്ട് അതിൻ്റെ മെറ്റീരിയൽ പാർട്ടിനെ സ്പിരിച്വൽ ഡൈനാമിക് ലെവലിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല ആവർത്തനം ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വേർഡ് ഉണ്ട്, ആവർത്തനം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയും. ആ പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്നത് നേർപ്പിക്കൽ അല്ല. ആക്ച്വലി നമുക്കത് വേറെ രീതിയിൽ നേർപ്പിക്കൽ എന്നൊരു വാക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന ഔഷധത്തിൻ്റെ തന്മാത്രകൾ കുറയുകയും അതിൻ്റെ പവർ എവല്യൂഷൻ സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പവർ പുറത്തേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണെന്ന് നമുക്കറിയാം. ഉപ്പ് നമുക്ക് നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെതായ രസങ്ങൾ മാത്രം നമുക്ക് അനുഭവിക്കാം. പക്ഷെ ആ ഉപ്പെന്നുള്ളത് പൊട്ടൻറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലഡ് ക്യാൻസറിന് വരെയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനായിട്ടാണ് മാറുന്നത്. ബ്ലഡ് ക്യാൻസർ, മൈഗ്രെയിൻ, അതുപോലെ തന്നെ സൈക്കിക് പ്രോബ്ലംസ്, അങ്ങനെ നിരവധി കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവിടെ അതിൻ്റെ മാനുഫാക്ചറിങ് ടെക്നോളജിക്കാണ് ഇമ്പോർട്ടൻസ്. അതിനാണ് പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അല്ലാതെ വെറുതെ വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഒഴിച്ചോ നേർപ്പിക്കലല്ല അവിടെ സംഭവിക്കുന്നത്. അവിടെ മോളിക്യൂൾസിൻ്റെ അതിൻ്റെ ഖരരൂപത്തിന് അവിടെ മെറ്റീരിയലായിട്ടുള്ള ആ പാർട്ടിൽ കുറവ് വരികയും അതിൻ്റെ പവറിന് എവല്യൂഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരോ സ്റ്റേജിലേക്ക് മാറ്റുമ്പോൾ ഇപ്പോൾ ആഴ്സനിക് ആൽബ് 30 എന്ന് പറയുന്നത് ഒരു പൊട്ടൻസിയാണ്. അത് കഴിഞ്ഞാൽ 200 എന്ന് പറയുന്ന പൊട്ടൻസി ഉണ്ട്, 1000 എന്ന് പറയുന്ന പൊട്ടൻസി ഉണ്ട്, 10,000ൻ്റെ പൊട്ടൻസി ഉണ്ട്, 50,000ൻ്റെ പൊട്ടൻസി ഉണ്ട്, അതിന് മുകളിലും ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ആ ടെക്നോളജി വെച്ചിട്ട് അതിൻ്റെ പവർ കൂട്ടിയെടുക്കുകയാണ്. അവിടെ നേർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രീതിയിൽ അങ്ങനെ പറയാമെന്നല്ലാതെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ നേർപ്പിക്കലല്ല, വെറുതെ വെള്ളമൊഴിച്ചോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടോ നേർപ്പിക്കലല്ല. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഈ മെഡിസിൻ്റെയൊക്കെ പുറത്ത് തന്നെ പൊട്ടൻസി എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. പക്ഷെ ഇപ്പോഴാണത് ഡയലൂഷൻസ് എഴുതി. അതാണ് കൂടുതൽ വിവാദമായതും ആൾക്കാർക്ക് സംശയം തോന്നിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പൊട്ടൻറ്റൈസേഷൻ എന്നുള്ള ആ ഒരൊറ്റ മെത്തേഡ് കാരണമാണ് ഹോമിയോപ്പതി ഇത്രയേറെ പോപ്പുലർ ആകാൻ കാരണം, ക്രോണിക് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഡോക്ടർ, പ്രിവെന്റീവ് മെഡിസിനിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണ്? ഇപ്പോഴത്തെ ആനുകാലികമായിട്ട് വളരെയേറെ വിവാദം നടക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഹോമിയോപ്പതി ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, ഈ ശാസ്ത്രം കണ്ടുപിടിച്ച കാലം തൊട്ട് തന്നെ കൊടുക്കുന്നതാണ്. അതായത് ലോകത്ത് പ്ലേഗ് വന്നപ്പോഴും അതിന് ഫ്ലൂ വന്നപ്പോഴും കോളറ വന്നപ്പോഴും അതുപോലെ തന്നെ സ്മോൾ പോക്സ് വന്നപ്പോഴും ഒക്കെ തന്നെ ഈ പറയുന്ന പ്രിവെന്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെയേറെ വിജയവും ആയിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഡെങ്കു ഫീവർ വന്നു. ആ സമയത്ത് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ പ്രിവെന്റീവ് മെഡിസിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രിവെൻഷൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം മോഡേൺ മെഡിസിൻ പറയുന്നതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ഉപയോഗിക്കുകയാണ്. അതായത് നമ്മൾ അടയ്ക്കാമരത്തിൽ കയറുന്നത് അല്ലെങ്കിൽ കവുങ്ങിൽ കയറുന്നതും തെങ്ങിൽ കയറുന്നതും അല്ലെങ്കിൽ മറ്റൊരു മരത്തിൽ കയറുന്നതിന് മൂന്ന് മെത്തേഡ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റോഡിൽ കൂടി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്നു, വായിൽ കൂടി സഞ്ചരിക്കുന്നു. ഇതിനെല്ലാം ഒരേ മെത്തേഡ് വേണമെന്ന് ശടിക്കുക ആണെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. റോഡിൽ കൂടി പോകുന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ആകാശത്തുകൂടി പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവർ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ലാതെ നമുക്ക് സ്വതസിദ്ധമായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതിനുള്ള സെല്ലുകൾ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലേ. ലിംഫോസൈറ്റ്സ് ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലുകളല്ലേ, T സെൽസുകൾ. അപ്പം ആ സെൽസുകളെയൊക്കെ ഉത്തേജിപ്പിക്കാനും അതിനെ പ്രവർത്തനക്ഷമത ആക്കാനും പറ്റുന്ന മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസിൻ്റെയോ ആൻറ്റിബോഡികൾ ഉണ്ടാക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഒരേ ക്രൈറ്റീരിയ, ഒരേ മാനദണ്ഡത്തിൽ വെച്ചിട്ട് അളന്നിട്ട് ഒരു കാര്യമില്ല. അത് വെറുതെ മാങ്ങയാണോ അല്ലെങ്കിൽ അണ്ടിയാണോ വലുതെന്ന് തീരുമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിൽ നിരവധി, ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്ന് കേരളത്തിൽ തന്നെയും മറ്റു രാജ്യങ്ങളിലും, ഇപ്പം ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ, അതുപോലെ ജർമ്മനി, നിരവധി രാജ്യങ്ങളിൽ കൊടുത്തിട്ട് അവർക്കെല്ലാം നല്ല റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി രാജ്യത്തുള്ള ഡോക്ടേഴ്സ് ഇന്ന് ഈ കേരളത്തിലുള്ള ഡോക്ടേഴ്സുമായിട്ട് പോലും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടിയ റിസൾട്ടുകളെ കുറിച്ച്. അപ്പം എന്നിട്ട് പക്ഷേ ഇവിടെ പറഞ്ഞ് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ പറയുന്നത് ഇതിവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇല്ല ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിന് പ്രാധാന്യം കിട്ടിയത് കൊറോണ വന്നപ്പോഴാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ 35ഓളം രാജ്യങ്ങളിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മുടെ ദുബായ് ഇല്ലെങ്കിൽ UAE വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും നമ്മുടെ കേരളക്കാരാണ്. അവരോട് ചോദിച്ചാൽ തന്നെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പം 2 കേസുകൾ ഞാൻ ദുബായിൽ തന്നെ ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നു. അവർക്ക് 5 ദിവസം കൊണ്ട് ഈ പറയുന്ന രോഗങ്ങൾ തന്നെ മാറി. അപ്പോൾ പ്രിവെൻഷൻ മാത്രമല്ല, ചികിത്സിക്കാനുള്ള മരുന്നുകളും ഫലപ്രാപ്തിയുള്ളതാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. അത് 2 കേസ് ആയതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനകത്തൊന്നും കഴമ്പില്ല. 2 കേസിൽ അത് സാധിക്കുകയാണെങ്കിൽ 2000 കേസിലും സാധിക്കും എന്നുള്ളതിന് 100%. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഡോക്ടർ, ഹോമിയോപ്പതിയിൽ ഇത്രയേറെ മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് ഹോമിയോപ്പതി ശരിയായ രീതിയിൽ എന്തുകൊണ്ടാണ് എത്താത്തത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ജനങ്ങളിലേക്ക് എത്തിയില്ല അല്ലെ എത്തുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതായത് 200 വർഷങ്ങൾക്ക് മുന്നേ ഹനുമാൻ ഈ ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോൾ അന്ന് ജർമ്മനിയിൽ മാത്രമായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്ത് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അമേരിക്കയിലായിരുന്നു. അതിനുശേഷമാണ് ഇംഗ്ലണ്ടിലൊക്കെ ഡെവലപ്പ് ചെയ്ത്. ഇന്ന് ഇംഗ്ലണ്ടിൽ രാജകുടുംബം മുഴുവൻ തന്നെ അംഗീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ശാസ്ത്രം ഹോമിയോപ്പതി തന്നെയാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജിൽ 1000-ന് മുകളിലാണ് ദിവസമുള്ള OPയുടെ കണക്ക്. ഇനി അത് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞാലും ഞാൻ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിനെയും എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഹോമിയോപ്പതിയെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിൽ പോലും ജനത്തിൻ്റെ ഇതിൻ്റെ സയൻറ്റിഫിസിറ്റിയെ കുറിച്ചിട്ട് ഇന്ന് മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ഉത്തരവാദികൾ ഹോമിയോപ്പതിക്കാർ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു സംഘടനയോ ഇല്ലെങ്കിൽ മറ്റാരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഓരോ ഹോമിയോപ്പതിക്കാർക്കും അതിനകത്ത് ബാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ ഈ അവയർനെസ് കൊടുക്കേണ്ടത് ഹോമിയോപ്പതിക്കാർ തന്നെയാണ്. അതിനകത്ത് സംഘടനകളുടേതായ പല പ്രതിബന്ധങ്ങളോ അല്ലെങ്കിൽ ചില കെട്ടുറപ്പുകൾക്കോ ഒക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. ആ പ്രശ്നങ്ങളൊന്നും ഉയർത്തി കാണിക്കുക അല്ല വേണ്ടത്. അതായത് പബ്ലിക്കിനെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും അല്ല അറിയേണ്ടത്. അവർക്കറിയേണ്ടത് ഹോമിയോപ്പതി നല്ലൊരു ശാസ്ത്രമാണോ, ഇതിനെ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണോ ഇല്ലേ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചെലവ് കുറഞ്ഞ ഒരു ചികിത്സാശാസ്ത്രം എന്നുള്ള അല്ലാതെ ഹോമിയോപ്പതിക്ക് ഒരു ഡ്രോബാക്കും ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ചും ഇന്ന് ഈ വർഷം ഞങ്ങൾ 100 വർഷം തികയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഞങ്ങളുടെ കുടുംബപരമായിട്ട്, അതായത് 4 തലമുറകളായിട്ട് ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഈ വർഷത്തേക്ക് 100 വർഷം ഞങ്ങൾ തികയ്ക്കുകയാണ്. സാമ്പത്തിക ഉച്ചനീചത്വം കാരണം ഇല്ലെങ്കിൽ പലരുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യമായ സാമ്പത്തിക ചെലവ് ചെയ്ത് ചികിത്സിച്ചാലേ എന്തോ ഒരു ചികിത്സയാകൂ എന്നുള്ളൊരു ധാരണയൊക്കെ പലരിലുണ്ട്. അങ്ങനെ ധാരണ വെച്ച് പുലർത്തിയവരാരും ഇന്നവർ ആരോഗ്യത്തോടെ ജീവിച്ചിട്ടിരിക്കുന്നില്ലെന്നുള്ളത് വ്യക്തമായ തെളിവുകൾ തന്നെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഇന്ന് പ്രത്യേകിച്ചും കേരളക്കാർക്ക് ഏറ്റവും നല്ല ഒരു ചികിത്സാശാസ്ത്രമാണ്. ഇന്ന് ഗവൺമെൻറ്റുകളൊക്കെ അതിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് എല്ലാ പഞ്ചായത്തുകളും ഗവൺമെൻറ് ഡിസ്പെൻസറികളും NRHM ഡിസ്പെൻസറികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. 1 കിലോമീറ്ററിന് ഒരു ഡോക്ടർ എന്നല്ല 10 ഡോക്ടർ വെച്ച് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൽക്കട്ട, അതുപോലെ തന്നെ ബോംബെ മുതലായ ഡൽഹി, ഇവിടെയൊക്കെ വളരെയേറെ 1000 രൂപ അല്ല 10,000 രൂപ ഫീസ് മേടിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാരെ എനിക്കറിയാം ഹോമിയോപ്പതിയിൽ. വേറെ ഒരു ശാസ്ത്രത്തിലില്ല, അപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെ.
അപ്പോൾ അത്രയേറെ പ്രിവിലേജ് ഉള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ എന്നല്ല, അൾട്രാ മോഡേൺ മെഡിസിൻ എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചൊരു ആശ്ചര്യം തോന്നുമായിരിക്കും. വേറെ ഒന്നുമല്ല, സയൻസ് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും അന്തിമമായിട്ട് സയൻറ്റിഫിക് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സയൻറ്റിഫിക് ആണ്, ഇല്ലെങ്കിൽ സയൻസിൽ ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഹോമിയോപ്പതിയുടെ പ്രസക്തി ഇല്ലെങ്കിൽ അത് സയൻറ്റിഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പം സയൻസിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്കും ഉപരിയാണ് ഹോമിയോപ്പതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ബോംബെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ഇന്ന് നാനോ മെഡിസിനിൽ കൂടെ തിയറിയിൽ കൂടെ തെളിയിക്കപ്പെട്ടു. ഇപ്പം അതായത് പൊട്ടൻസി 30th പൊട്ടൻസിക്ക് മുകളിൽ പോലും അവർക്ക് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ അതിൻ്റെ ആറ്റംസിനെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം സാധിക്കാതിരുന്ന ഒരു കാര്യം അത്രയും കണ്ടു എന്ന് പറയുമ്പം സയൻസ് അത്രയേറെ ഡെവലപ്പ് ചെയ്തു. ഇനിയും സയൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ സയൻസിനും അതീതമാണ് ഹോമിയോപ്പതിയുടെ സയൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അൾട്രാ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ഹോമിയോപ്പതി തന്നെയാണ്. അതിന് യാതൊരു സംശയവും. ഡോക്ടർ ഇത്രയും വിശദമായി ഹോമിയോപ്പതിയെ പറ്റി ഞങ്ങൾക്ക് അറിവ് നൽകിയതിന് ഞാനും എൻ്റെ വ്യൂവേഴ്സും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.